ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഓർമ്മകളിലൂടെ. പുരാതന കാലം മുതലേ ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടോടെ ലോകത്താകമാനമുള്ള കച്ചവടത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കാൻ സാമ്രാജ്യത്വ ശക്തികൾ മത്സരിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി വില്യം ഹോക്കിൻസ് മുഗൾ ചക്രവർത്തി ജഹാംഗീറിനെ സന്ദർശിച്ച് വ്യാപാരാനുമതി നേടിയതോടെ ബ്രിട്ടീഷുകാരുമായുള്ള ബന്ധത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് അടിത്തറ പാകിയ യുദ്ധമായിരുന്നു 1757 പ്ലാസി യുദ്ധം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളത്തെ നയിക്കുന്ന സേനാ നായകനായ റോബർട്ട് ക്ലൈവിനോട് ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൌള ദയനീയമായി പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യൻ മണ്ണിൽ ബ്രിട്ടീഷ് ആധിപത്യം വേരൂന്നി. 1764 നടന്ന ബക്സാർ യുദ്ധം ഇംഗ്ലീഷുകാർക്ക് ഈ ആധിപത്യം അരക്കിട്ടുറപ്പിക്കാനുള്ള ആത്മവിശ്വാസം നൽകി. ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുത്ത വഴികൾ പലതായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നയവും ശാശ്വത ഭൂനികുതി വ്യവസ്ഥയും ഉപയോഗിച്ചുകൊണ്ട് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു. ആ കാലഘട്ടത്തെപ്പറ്റി ഇംഗ്ലീഷ് എഴുത്തുകാരനായ ബ്രൂക്ക് ആഡംസ് തുറന്നെഴുതുന്നത് കേൾക്കുക. മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിൽ 50 വർഷങ്ങൾക്കിടയിൽ ഇംഗ്ലീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്ത് സമ്പാദിച്ചത്ര ധനം വേറൊരു രാജ്യവും സമ്പാദിച്ചിട്ടില്ല. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മേധാവി ബേബർ പറയുന്നു, ഒരു ഇംഗ്ലീഷുകാരനായിരുന്നിട്ടും ഞാൻ ഈ സത്യം അംഗീകരിക്കാൻ നിർബന്ധിതനാണ്. ഇന്ത്യൻ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കരങ്ങളിൽ വന്നതിനു ശേഷം ഈ രാജ്യത്തെ ജനങ്ങളുടെ ദുരവസ്ഥ 10 മടങ്ങ് വർദ്ധിച്ചു. കൃഷിയുടെ വാണിജ്യവൽക്കരണവും ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയവും ഇന്ത്യൻ കർഷകരെ കടുത്ത ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. അന്ന് ബംഗാളിൽ പടർന്നു പിടിച്ച ക്ഷാമത്തെപ്പറ്റി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വിവരണം കേൾക്കൂ. ഗ്രാമീണർ പുല്ലും ഇലകളും കിഴങ്ങുകളും പറിച്ചെടുത്ത് തിന്നു. കാട്ടുജാതിക്കാർ എലികളെയും പൂച്ചകളെയും നായ്ക്കളെയും കൊന്നു തിന്ന് വിശപ്പടക്കി. രോഗങ്ങൾ പടർന്നു പിടിച്ചു. പനിയും പ്ലേഗും വസൂരിയും കാറ്റുപോലെ പരന്നു. രോഗികളെ ശുശ്രൂഷിക്കാനോ ശവങ്ങൾ മറവു ചെയ്യാൻ പോലുമോ ആളില്ലാതെയായി. വീടുകളിൽ ശവശരീരങ്ങൾ അനാഥമായി ചീഞ്ഞുനാറി. ബംഗാൾ ക്ഷാമകാലത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ അനീതിക്കും ആക്രമണത്തിനുമെതിരെ ദരിദ്ര കർഷകർ പ്രത്യാക്രമണം നടത്തി. സന്യാസിമാരും ഫക്കീരന്മാരും ഇവർക്ക് നേതൃത്വം നൽകി. വടക്കൻ ബംഗാളിലെ ബ്രിട്ടീഷ് ഭരണം താറുമാറാക്കാൻ ഒരു പരിധിവരെ അവർക്ക് കഴിഞ്ഞു. ഇത്തരം ലഹളകൾ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ ഇന്ത്യൻ മനസ്സുകൾക്ക് ആത്മവിശ്വാസം പകർന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിത കലാപം തുടങ്ങുന്നതിന് മുൻപ് നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ത്യാഗോജ്വലമായ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ ധീരദേശാഭിമാനികളിൽ ചിലരായിരുന്നു ധീരനായ വീരപാണ്ഡ്യൻ. ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ചു എന്ന കാരണത്താൽ കായത്താൽ എന്ന സ്ഥലത്തെ പുളിമരക്കുമ്പിൽ ബ്രിട്ടീഷുകാർ കെട്ടിത്തൂക്കിക്കൊന്ന തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ധീരനായ നാടുവാഴി കേരളവർമ്മ പഴശ്ശിരാജ രാജാധികാരം വെട്ടിക്കുറച്ചതിനെയും നികുതി പിരവാധികാരം എടുത്തുമാറ്റിയതിനെയും ചോദ്യം ചെയ്ത രാജാവായിരുന്നു പഴശ്ശിയിലെ കേരളവർമ്മ.
നായന്മാരെയും വയനാട്ടിലെ കുറുമരെയും മാപ്പിളമാരെയും അണിനിരത്തിക്കൊണ്ട് ഒളിപ്പോരിലൂടെ ബ്രിട്ടീഷുകാരെ ശക്തമായി ചെറുത്തുനിന്നു പഴശ്ശിരാജ. ജീവനോടെ ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതിരിക്കാൻ സ്വയം വീരമൃത്യു വരിച്ച ധീരനായിരുന്നു പഴശ്ശി. ദേശാഭിമാന പ്രചോദിതമായ വികാരത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പ്രസിദ്ധമായ കുണ്ടറ വിളംബരം നടത്തിയ തിരുവിതാംകൂറിലെ ദിവാനായ വേലുത്തമ്പിദളവയും കൊച്ചിയിലെ പാലിയത്തച്ഛനും ധീരദേശാഭിമാനികൾക്ക് ഉത്തമമായ മാതൃകയായി ഇന്നും നിലകൊള്ളുന്നു. ഇത്തരം പ്രാദേശിക കലാപങ്ങളായിരുന്നു പിന്നീടുള്ള സംഘടിത കലാപങ്ങൾക്ക് പ്രചോദനം. ആദ്യത്തെ സംഘടിത കലാപമായ 1857 വിപ്ലവത്തെ നാം അഭിമാനത്തോടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ അതിനെ ശിപ്പായി ലഹള എന്ന് വിളിച്ച് ആക്ഷേപിച്ചു. ലെ കലാപം തുടങ്ങിവച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ സൈനികരായിരുന്നുവെങ്കിലും ബ്രിട്ടീഷുകാരുടെ ദ്രോഹ നടപടികളിൽ അസംതൃപ്തരായിത്തീർന്ന കർഷകരും കൈവേലക്കാരും ഇവരോടൊപ്പം ചേർന്നു. ഇത്തരം ചെറുത്തുനിൽപ്പുകളുടെ ആകെ തുകയായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ദത്തവകാശ നിരോധന നയമനുസരിച്ച് ഭരണാധികാരം നഷ്ടപ്പെട്ട ഝാൻസിയിലെ റാണി ലക്ഷ്മിഭായ് പോർക്കളത്തിലിറങ്ങി വിപ്ലവത്തിന് നേതൃത്വം നൽകി. ബീഹാറിൽ കലാപത്തിന് നേതൃത്വം കൊടുത്തത് 76-കാരനായ കൻവർ സിംഗ് ആയിരുന്നു. തന്റെ ഭൂമി മുഴുവൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാരോടുള്ള അമർഷമായിരുന്നു വൃദ്ധനായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ ഒരു പ്രക്ഷോഭകാരിയാക്കി തീർത്തത്. ദത്തുപുത്രനായതിന്റെ പേരിൽ നാനാ സാഹിബിന് പെൻഷൻ തടയുകയും കാൺപൂരിലേക്ക് നാടുകടത്തുകയും ചെയ്തു. താന്തിയ തോപ്പി തന്റെ ഗറില്ല വിപ്ലവത്തിലൂടെ ബ്രിട്ടീഷ് സൈന്യത്തെ വിറപ്പിച്ചു. പരാജയപ്പെട്ടിട്ടും അടങ്ങാത്ത ആവേശത്തോടെ നാനാ സാഹിബ് ഇങ്ങനെ എഴുതി: ഞാൻ ശപഥം ചെയ്യുന്നു, മറ്റൊരിടത്ത് ജന്മമെടുത്ത് വെള്ളക്കാരെ ചവിട്ടിപ്പുറത്താക്കി ഭാരതത്തെ സ്വതന്ത്രയാക്കും. എന്തൊക്കെയായാലും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്ത്യം ദയനീയമായിരുന്നു. സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതിനെപ്പറ്റി നെഹ്റുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഒട്ടേറെ ആളുകളെ നിർദ്ദയമായി നിർത്തിവെടിവെച്ചു. പിന്നെയും വളരെ ആളുകളെ പീരങ്കി കൊണ്ടു തകർത്തു. അനേകായിരം പേരെ വഴിക്കുള്ള മരങ്ങളിൽ തല കീഴായി കെട്ടിത്തൂക്കിയിട്ടു. തൂക്കുമരമായി മാറാത്ത ഒരൊറ്റ വൃക്ഷം പോലും ആ വഴിക്കുണ്ടായിരുന്നില്ല. ഐശ്വര്യം നിറഞ്ഞ ഗ്രാമങ്ങളെ അവർ അങ്ങനെ ഒടുക്കിക്കളഞ്ഞു. 1857 കലാപത്തോടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യൻ ഭരണം വിക്ടോറിയ രാജ്ഞി ഏറ്റെടുത്തു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നൽകിയ പ്രചോദനം ഇന്ത്യക്കാരിൽ പുതിയ രാഷ്ട്രീയ അവബോധമുണ്ടാക്കാൻ കാരണമായി. നിരവധി പ്രാദേശിക രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളാനും ഇത് ഇന്ത്യക്കാരുടെ ദേശീയ വികാരം വളരാനും ഇടയാക്കി. ഇത്തരം പ്രാദേശിക സംഘടനകൾ പിന്നീട് അഖിലേന്ത്യാ തലത്തിൽ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 1885
A.O. ഹ്യൂം എന്ന ഇംഗ്ലീഷുകാരന്റെയും W.C. ബാനർജി എന്ന ഇന്ത്യക്കാരന്റെയും നേതൃത്വത്തിൽ ബോംബെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ് INC രൂപം കൊണ്ടത്. ക്രമേണ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കോളനി വിരുദ്ധ ബഹുജന പ്രസ്ഥാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയിയായി കഴ്സൺ പ്രഭു നിയമിക്കപ്പെട്ടു. ഇന്ത്യക്കാരെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന പുതിയ തന്ത്രവുമായിട്ടാണ് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത്. അദ്ദേഹം ഇന്ത്യയോടുള്ള തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഞാൻ ഇന്ത്യയിലേക്ക് വന്നത് ഹിമാലയത്തിന്റെ ഉയരം ദർശിച്ച് വിസ്മയം കൊള്ളാനല്ല, താജ്മഹൽ കാണാനുമല്ല, ഭരിക്കാനാണ്. എന്റെ പൂർവികന്മാർ ഇന്ത്യ കീഴടക്കിയത് തോക്കുകൊണ്ടും വാൾ കൊണ്ടുമാണ്. വാൾ കൊണ്ടും തോക്കുകൊണ്ടും തന്നെ ഞാൻ ഈ രാജ്യം ഭരിക്കും. പ്രതിഷേധത്തെ വകവയ്ക്കാതെ 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചു. ഇതിനെതിരെ രവീന്ദ്രനാഥ ടാഗോറിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ബ്രിട്ടീഷ് ഗവൺമെന്റ് നമ്മെ വിഭജിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഹൃദയങ്ങളെ വേർപെടുത്താൻ അവർക്കാവില്ല. ഈ വാക്കുകൾ അക്ഷരം പ്രതി ശരിയായിത്തീർന്നു. ഐക്യ ബംഗാൾ മുദ്രാവാക്യവും വന്ദേ മാതരവും ബംഗാളിലെ തെരുവീഥികളിൽ അലയടിച്ചു. സമരത്തിന്റെ ഭാഗമായി സ്വദേശി നിർമ്മിത വസ്തുക്കൾ ഉപയോഗിക്കാനും വിദേശ വസ്തുക്കൾ വർജിക്കാനും പ്രതിജ്ഞ ചെയ്തു. സ്ത്രീകൾ അവരുടെ കൈകളിൽ അണിഞ്ഞ കുപ്പിവളകൾ പൊട്ടിച്ചെറിഞ്ഞാണ് പ്രതിഷേധിച്ചത്. വിദേശ നിർമ്മിതമെന്ന പേരിൽ മുഖക്കണ്ണാടിയും തച്ചുടച്ചു. മിഠായി നിർമ്മാതാക്കൾ ഇറക്കുമതി ചെയ്ത പഞ്ചസാര ഉപയോഗിക്കില്ലെന്ന് തീരുമാനിച്ചു. അലക്കുകാർ വിദേശ നിർമ്മിത വസ്തുക്കൾ അലക്കുകയില്ലെന്ന് ശപഥം ചെയ്തു. നടുറോഡിൽ വിദേശ വസ്ത്രങ്ങൾ കത്തിയെരിഞ്ഞു. അവസാനം 1911 ബംഗാൾ വിഭജനം റദ്ദാക്കി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രണ്ടാം ഘട്ടം തുടങ്ങുന്നത് മഹാത്മജിയുടെ വരവോടെയാണ്. സംഘർഷഭരിതമായ ഒരു നൂറ്റാണ്ടിന് ഒരു പുതിയ സമരമാർഗം ഗാന്ധിജി കാണിച്ചുകൊടുത്തു. സത്യത്തിലും അഹിംസയിലും അടിയുറച്ച സത്യാഗ്രഹമെന്ന മാർഗം. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ സത്യാഗ്രഹി എന്നാൽ തെറ്റെന്ന് കാണുന്ന യാതൊന്നിനും വഴങ്ങിക്കൊടുക്കാത്തവൻ, എന്ത് പ്രകോപനമുണ്ടായാലും ശാന്തനായിരിക്കുന്നവൻ. അവൻ തിന്മയെ എതിർക്കുകയും തിന്മ ചെയ്യുന്നവനെ വെറുക്കുകയുമില്ല. എതിരാളികളെ വേദനിപ്പിച്ചുകൊണ്ടല്ല, സ്വയം വേദന കടിച്ചമർത്തിക്കൊണ്ടാണ് അവൻ സത്യത്തെ കാത്തുസൂക്ഷിക്കുക. ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കൃഷിക്കാരെ ബ്രിട്ടീഷ് ഭൂ ഉടമകളുടെ മർദ്ദന ചൂഷണങ്ങൾക്കെതിരെയും ഗുജറാത്തിലെ ഖേദ ജില്ലയിലെ കർഷകരെ നികുതികൾക്കെതിരെയും അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളെ മില്ലുടമകൾക്കെതിരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി ഇന്ത്യയിലെ സാധാരണ ജനങ്ങളുടെ നേതാവായി. ഇന്ത്യക്കാരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാൻ ഏറ്റവും സമാധാനപരമായ വിധത്തിൽ ഗവൺമെന്റിനെയും അതിന്റെ നിയമങ്ങളെയും നിഷേധിക്കുക എന്നതായിരുന്നു 1920 ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം എന്നതുകൊണ്ട് ഗാന്ധിജി ഉദ്ദേശിച്ചത്. അഹിംസയും സത്യവും മുറുകെ പിടിച്ചുകൊണ്ട് അക്രമരഹിതമായ നിയമനിഷേധത്തിന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. എന്നാൽ പലയിടത്തും ജനങ്ങൾ അക്രമത്തിന്റെ പാത സ്വീകരിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് തിരിച്ചടിയായി തീർന്നു. 1922 ചൗരി ചൗര സംഭവത്തോടെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കപ്പെട്ടതോടെ സമരോത്സുകരായി മാറിയ ജനങ്ങൾ നിരാശരായി. ഇത് സ്വരാജ് പാർട്ടിയുടെ പിറവിക്ക് കാരണമായി. ിൽ
ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചതോടെ വിപ്ലവ തീവ്രവാദം ശക്തമായി. കുപ്രസിദ്ധരായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിലക്ക് നിർത്താൻ വിപ്ലവ തീവ്രവാദം ശക്തമാക്കി. ഇന്ത്യയുടെ മോചനത്തിന് സായുധ മാർഗമാണ് ചേരുന്നതെന്ന് ഉറച്ചു വിശ്വസിച്ചവരായിരുന്നു സൂര്യാസെൻ, കൽപ്പനാദത്ത്, ഖുദ്ദീറാം ബോസ്, ബീനാദാസ്, ഭഗത് സിംഗ് തുടങ്ങിയവർ. ലാഹോറിലെ സെൻട്രൽ ജയിലിൽ നിന്ന് 1930 ഒക്ടോബർ 30 ഭഗത് സിംഗ് എഴുതിയ കത്തിലെ ചില വരികൾ: ശിക്ഷ വിധിക്കപ്പെട്ടു, തൂക്കിലേറ്റുന്നതിന് ഉത്തരവുണ്ടായി. ഈ തടവറയിൽ എനിക്ക് പുറമെ വധശിക്ഷ പ്രതീക്ഷിച്ചു കഴിയുന്ന അനേകായിരം പ്രതികളുണ്ട്. അവർക്കിടയിൽ ഒരുപക്ഷെ ആദർശങ്ങൾക്കായി കൊലക്കയർ കിട്ടാനുള്ള സൗഭാഗ്യം ഉണ്ടാകുമ്പോഴുള്ള പ്രതീക്ഷയോടെ കഴിയുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും. വിപ്ലവകാരിക്ക് തന്റെ ആദർശങ്ങൾക്കായി എത്ര ധൈര്യത്തോടെ ജീവത്യാഗം ചെയ്യാൻ കഴിയുമെന്ന് വളരെ സന്തോഷത്തോടെ കൊലമരത്തിലേറി ഞാൻ രാജ്യത്തിന് കാണിച്ചു കൊടുക്കും. ജനകീയ പ്രതിഷേധത്തെ വകവയ്ക്കാതെ ബ്രിട്ടീഷ് സർക്കാർ 1931 മാർച്ച് 23 ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജഗുരു എന്നീ വിപ്ലവകാരികളെ തൂക്കിലേറ്റി. ഭഗത് സിംഗിന്റെ വധശിക്ഷയെപ്പറ്റി ജവഹർലാൽ നെഹ്റു 1931 മാർച്ചിൽ ഇങ്ങനെ പ്രതികരിച്ചു: എനിക്ക് പൊട്ടിത്തെറിക്കാനാണ് തോന്നിയിരുന്നതെങ്കിലും ഞാൻ മൗനം ഭജിച്ചു. ഇപ്പോഴെല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്കിന്ന് സ്വന്തം പ്രിയങ്കരായ സന്താനങ്ങളെ പോലും തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാനാവില്ലെന്ന് വന്നിരിക്കുന്നു. ഇംഗ്ലണ്ട് ഒരു സന്ധിക്ക് വേണ്ടി നമ്മളോട് ചർച്ചയ്ക്ക് വരുമ്പോൾ ഭഗത് സിംഗിന്റെ മൃതദേഹം മധ്യത്തിലുണ്ടാകും. അത് നാം മറക്കാതിരിക്കുക. 1930കളിൽ ഉപ്പ് ഒരു സമരായുധമായി മാറി. അവശ്യ വസ്തുവായ ഉപ്പിന് ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചുവരും, പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡിയാത്രയ്ക്ക് പുറപ്പെട്ട ഗാന്ധിജി സബർമതി ആശ്രമത്തിന് മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. 1930 മാർച്ച് 12 78 അനുയായികളുമായി സബർമതി ആശ്രമത്തിൽ നിന്ന് 240 മൈൽ സഞ്ചരിച്ച് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. അഹിംസാ വ്രതക്കാരനായ സത്യാഗ്രഹിയുടെ കൈക്കുള്ളിലെ ഒരു പിടി ഉപ്പ് ഭാരതീയന്റെ സങ്കല്പത്തിൽ ഈ നിമിഷം മുതൽ ശക്തിയുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. ഇത് ഒതുക്കിപ്പിടിച്ചിരിക്കുന്ന മുഷ്ടി തല്ലി തകർത്തേക്കാം. എന്നിരുന്നാലും ഇന്ത്യക്കാരന്റെ കൈക്കുമ്പിളിലെ ഈ ഉപ്പ് അവർ വിട്ടുകൊടുക്കില്ല. കൈക്കുമ്പിളിലെ ഉപ്പ് സംരക്ഷിക്കുന്നതിന് സത്യാഗ്രഹികൾ ശത്രുവിന് തച്ചുടയ്ക്കാൻ ശിരസ് കാട്ടിക്കൊടുത്തു. മർദ്ദനമേറ്റ് ബോധം നശിക്കുമ്പോഴും അവന്റെ കൈക്കുള്ളിലെ ഉപ്പ് പാഴായി പോകാതിരിക്കാൻ കൈമടക്കി നെഞ്ചിനോട് ചേർത്തു പിടിച്ചു. ഇന്ത്യയിലാകമാനമുള്ള ജനങ്ങൾ ഈ പുതിയ സമരമുറയിൽ പങ്കുചേർന്നു. കടൽ തീരങ്ങൾ സമരഭൂമിയായി. മർദ്ദനവും അറസ്റ്റും ജയിൽ ശിക്ഷയും നൽകിക്കൊണ്ടാണ് അധികാരികൾ ഇതിനെതിരെ പ്രതികരിച്ചത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമായി ദണ്ഡിയാത്ര മാറി. ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവായ ഖലീഫയുടെ അധികാരം ഇല്ലാതായതിനെതിരെ രൂപം നൽകിയ ലോക മുസ്ലിങ്ങളുടെ പ്രതിഷേധ പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത്. ഇന്ത്യയിൽ ഇതിന് നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൌക്കത്ത് അലി എന്നിവരായിരുന്നു.
വിചാരണ ചെയ്യാതെ ആരെയും തടവിലിടാനുള്ള നിയമം ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ ഇതിനെതിരെ പ്രതിഷേധമുയർന്നു. ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചലു, ഡോക്ടർ സത്യപാൽ തുടങ്ങിയ നേതാക്കന്മാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നിരായുധരും ശാന്തരുമായിരുന്ന ജാലിയൻ വാലാബാഗിൽ ഒരുമിച്ച ജനക്കൂട്ടത്തിന് നേരെ പോലീസ് മേധാവിയായിരുന്ന ജനറൽ ഡയർ വെടിവെക്കാൻ ഉത്തരവിട്ടു. ഇതിന് ദൃക്സാക്ഷിയായ ബ്രിട്ടീഷുകാരൻ സംഭവം വിവരിക്കുന്നതിങ്ങനെ: ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ രണ്ടു വശത്തുമുള്ള കവാടത്തിലേക്ക് ജനങ്ങൾ ഓടിക്കൂടുകയായിരുന്നു. വീണും ഉരുണ്ടും താഴേക്ക് വലിച്ചിഴച്ചും കാലുകൾക്കിടയിൽപ്പെട്ടും ജനങ്ങൾ അലറി വിളിച്ചു. പിന്നാലെ വന്നവരുടെ ചവിട്ടേറ്റും വെടിയേറ്റ് വീണവരുടെ മേലേക്ക് വീണും ഒന്നൊന്നായി ഞെരിഞ്ഞമർന്നു. ഈ ക്രൂരതയിൽ ലോകം നടുങ്ങി. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ നൽകിയ സർ സ്ഥാനം മഹാകവി ടാഗോർ ഉപേക്ഷിച്ചു. ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയ ജനങ്ങളുടെ ആത്മത്യാഗത്തിന്റെ കൂടി ഫലമാണ് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. മർദ്ദനമുറകളിലൂടെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഗവൺമെന്റ് അനുനയത്തിന്റെ മാർഗം സ്വീകരിച്ചു. ഇതിന്റെ ഫലമായി 1930, 1931, 1932 തുടങ്ങിയ വർഷങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യൻ നേതാക്കളുടെ യോഗം ലണ്ടനിൽ വിളിച്ചു ചേർത്തു. ഇതാണ് വട്ടമേശ സമ്മേളനം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് കോൺഗ്രസ് പ്രതിനിധിയായി ഗാന്ധിജി പങ്കെടുക്കുന്നത്. എന്നാൽ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവായിരുന്നു BR അംബേദ്കർ. സുഭാഷ് ചന്ദ്രബോസും അദ്ദേഹം രൂപം കൊടുത്ത INA-യും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ: ഇന്ന് ഞാൻ എല്ലാറ്റിനും ഉപരിയായി നിങ്ങളോട് ഒന്ന് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ രക്തമാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ശത്രുവിനോട് പ്രതികാരം ചെയ്യാൻ രക്തത്തിന് മാത്രമേ കഴിയൂ. എനിക്ക് രക്തം തരിക, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഒന്നിച്ചു കൊണ്ടുപോകുവാനുള്ള ഗാന്ധിജിയുടെ ശ്രമം ഫലം കണ്ടു. ഇന്ത്യയിൽ ജനകീയ ഐക്യത്തിന് ശക്തി കൂടി. 19-ാം നൂറ്റാണ്ടിൽ മലബാറിലെ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ കാർഷിക കലാപങ്ങൾ അരങ്ങേറിയിരുന്നു. മലബാറിലെ പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി കളത്തിങ്ങൽ മുഹമ്മദിനെയും തിരൂരങ്ങാടിയിലെ നേതാവായിരുന്ന ആലി മുസ്ലിയാരെയും അറസ്റ്റ് ചെയ്തുവെന്ന കിംവദന്തി പരന്നതോടെ ക്ഷുഭിതരായ ജനക്കൂട്ടം തിരൂരങ്ങാടിയിലേക്ക് നീങ്ങുകയും അവർക്കുനേരെ പട്ടാളം വെടിവെക്കുകയും ചെയ്തു. ലഹളബാധിത പ്രദേശങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളെ പട്ടാള നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്തു വിദൂര സ്ഥലങ്ങളിലെ ജയിലിൽ അടക്കാൻ ഉത്തരവിട്ടു. തിരൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട തടവുകാരെ ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കോയമ്പത്തൂരിലെ ജയിലിലേക്ക് കൊണ്ടുപോകും വഴി പോത്തന്നൂരിലെത്തിയപ്പോഴേക്കും മിക്കവരും ശ്വാസം മുട്ടി മരിച്ചു. വാഗൺ ട്രാജഡി എന്നറിയപ്പെട്ട ഈ ദുരന്തത്തിനിരയായ ഭൂരിഭാഗം ആളുകളെയും തിരൂരിലെ കോട്ട്, കോരങ്ങത്ത് പള്ളികളിൽ മറവു ചെയ്യപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു കറുത്ത അധ്യായമായ ഇത് മലബാറുകാർക്ക് ഇന്നും നടുങ്ങുന്ന ഒരു ഓർമ്മയായി നിലകൊള്ളുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ കമ്പനി സർക്കാരിനെതിരെ
മാപ്പിളമാരെ സംഘടിപ്പിച്ച് താനൂരിൽ നിന്ന് തിരൂരങ്ങാടിയിലേക്ക് മാർച്ച് ചെയ്ത ഉമ്മൈത്താനകത്ത് കുഞ്ഞിഖാദറിനെയും സംഘത്തെയും ബ്രിട്ടീഷ് പട്ടാളം നേരിടുകയും കുഞ്ഞിഖാദർ സാഹിബിനെ അറസ്റ്റ് ചെയ്ത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കുകയും പിന്നീട് തൂക്കിക്കൊല്ലുകയും ചെയ്തു. അവസാനമായി തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നാരാഞ്ഞപ്പോൾ എന്റെ നാടിന് സ്വാതന്ത്ര്യം ലഭിച്ചാൽ മതി എന്ന ധീരവാക്യം മൊഴിഞ്ഞ അദ്ദേഹം നമ്മുടെ സമീപ പ്രദേശമായ താനൂരുകാരനാണ്. 1942 ഓഗസ്റ്റ് 8 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. കോൺഗ്രസ് പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു: ആയതിനാൽ സാധിക്കുമെങ്കിൽ ഉടനടി പ്രഭാതത്തിന് മുൻപ് ഈ രാത്രിയിൽ തന്നെ എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കുറയാത്ത യാതൊന്നുകൊണ്ടും ഞാൻ തൃപ്തിപ്പെടാൻ പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ മന്ത്രം പറഞ്ഞു തരാം. നിങ്ങൾ അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചെടുക്കുകയും നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും അത് പ്രകടമാക്കുകയും ചെയ്യുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളതാണ് ആ മന്ത്രം. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കാം, അല്ലെങ്കിൽ ആ പരിശ്രമത്തിൽ മരിക്കാം. നമ്മുടെ അടിമത്തത്തിന്റെ ശാശ്വതീകരണം കാണാൻ നാം ജീവിച്ചിരിക്കുകയില്ല. ബ്രിട്ടീഷ് ഭരണം ഇനിയും പഴയപടി ഏറെ കാലം കൊണ്ടുപോകാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി. ഇതിനായി ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ 3 അംഗങ്ങളടങ്ങിയ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചു. അധികാര കൈമാറ്റത്തിന് മുന്നോടിയായി 1947 മൗണ്ട് ബാറ്റൻ പ്രഭു ഇന്ത്യയുടെ വൈസ്രോയിയായി ചുമതലയേറ്റു. ഇന്ത്യയെ വിഭജിച്ച് 2 കേന്ദ്ര ഗവൺമെന്റുകൾക്കായി അധികാരം കൈമാറാമെന്ന് മൗണ്ട് ബാറ്റൻ പദ്ധതി നിർദ്ദേശിച്ചു. സുദീർഘമായ സ്വാതന്ത്ര്യ പ്രക്ഷോഭ സമരങ്ങൾക്കൊടുവിൽ വിഭജനത്തിന്റെ മുറിവുകളുമായാണ് നാം സ്വാതന്ത്ര്യം നേടിയത്. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനുമെന്ന 2 സ്വതന്ത്ര രാജ്യങ്ങൾ രൂപം കൊണ്ടു. 1947 ഓഗസ്റ്റ് 14 ആ രാത്രിയിൽ ഡൽഹി നഗരം ഉറങ്ങിയില്ല. ആഹ്ലാദ തിമിർപ്പിൽ ജനങ്ങൾ ആർത്തുല്ലസിച്ചു. അർദ്ധരാത്രിയിലെ ആ നിമിഷത്തെ വരവേൽക്കാൻ ഇന്ത്യ കാത്തുനിന്നു. അകലെ ആചാരവെടി മുഴങ്ങിയപ്പോൾ ചെങ്കോട്ടയിലെ കൊടിമരത്തിൽ സ്വതന്ത്ര ഭാരതത്തിന്റെ ദേശീയ പതാക ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഉയർത്തി. ജനലക്ഷങ്ങൾ ആഹ്ലാദം കൊണ്ട് ഉന്മത്തരായി. അദ്ദേഹം രാഷ്ട്രത്തോടായി ചെയ്ത പ്രസംഗത്തിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ. നീണ്ട വർഷങ്ങൾക്ക് മുമ്പ് വിധിയുമായി നാം ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചു. അർദ്ധരാത്രിയുടെ മണിയടിക്കുമ്പോൾ, ലോകം ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്ക് ഉണരുകയാണ്. പഴമയിൽ നിന്ന് പുതുമയിലേക്ക് നാം കാലെടുത്ത് വെക്കുമ്പോൾ, ഒരു യുഗം അവസാനിക്കുമ്പോൾ, വളരെ കാലം അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ ആത്മാവ് ശബ്ദം കണ്ടെത്തുമ്പോൾ, ചരിത്രത്തിൽ അപൂർവമായി മാത്രം വന്നെത്തുന്ന ഒരു നിമിഷം സമാഗതമാവുകയാണ്. ഉദാത്തമായ ഈ മുഹൂർത്തത്തിൽ ഇന്ത്യയുടെയും അതിന്റെ ജനങ്ങളുടെയും കൂടുതൽ വിശാലമായ മനുഷ്യവർഗത്തിന്റെയും സേവനത്തിനു വേണ്ടിയുള്ള സമർപ്പണത്തിന് നാം പ്രതിജ്ഞ എടുക്കുന്നത് സമുചിതമായിരിക്കും. ഇന്ന് നാം ആഘോഷിക്കുന്ന നേട്ടം നാം പലപ്പോഴും എടുത്തിട്ടുള്ള പ്രതിജ്ഞകളെ നിറവേറ്റുമാറ് നിരന്തരമായ പ്രയത്നത്തിൻ്റെതാണ്. ഒരുപാട് മഹാന്മാരുടെയും സാധാരണക്കാരുടെയും മറ്റ് നിരവധി ആളുകളുടെയും വിയർപ്പും രക്തവും കൊണ്ട് ഒപ്പിയെടുത്ത സ്വാതന്ത്ര്യമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്.
ഇത് നഷ്ടപ്പെടാതെ കാത്തു